എല്ലാ സുഹൃത്തുക്കളിൽ നിന്ന് നമ്മൾ മത്സരിക്കുമല്ലേ, അപ്പോൾ പിന്നെ അവിടെ തന്നെ നിൽക്കുക സ്റ്റോപ്പായിട്ട്. സ്റ്റാർട്ട് 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 വിട് വിട് വണ്ടി വിട്, അടുത്ത വണ്ടിയിലേക്ക് പോ. അതല്ലേ അത് ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ സഹോദരിയും സഹോദരന്മാരുമാണ്. അതിൽ നിങ്ങളിങ്ങനെ ഞങ്ങളൊരു വേർതിരിവൊന്നും ഉണ്ടാക്കരുത്. ശരിക്കും അറിയാം, വനിത എന്നല്ല, ഞങ്ങൾ എല്ലാവരും സഹോദരന്മാർ തമ്മിൽ കാണുമ്പോഴത്തേക്ക് നിങ്ങൾ സ്വന്തം വീട്ടിൽ പോയിട്ട് നിങ്ങൾ ഇത് വനിതയാന്ന് നിങ്ങൾ പറയുമോ? നിങ്ങളുടെ ബ്രദർ നിങ്ങളുടെ അടുത്ത് പറയാറുണ്ടോ? ഉണ്ടോ? നീ വനിതയാണ് ഞാൻ ആണാണെന്ന് പറയാറുണ്ടോ? ഇല്ല. അത് തന്നെയാണ് ഞങ്ങളൊരു കുടുംബമല്ലേ. അതെന്താ നിങ്ങൾ മനസ്സിലാക്കാത്തത്? ഞങ്ങളെന്ന് പറഞ്ഞാൽ കലാകാരന്മാരുടെ ഒരു കുടുംബമാണ്, അഭിനേതാക്കളുടെ ഒരു കുടുംബമാണ്. അവിടെ നിങ്ങളിങ്ങനെ ഒരു വേർതിരിവ് ഉണ്ടാക്കല്ലേ, മനസ്സിലായോ? എന്തെങ്കിലും ഒരു പ്രശ്നം ഞങ്ങളുടെ സഹോദരിമാർക്ക് ഉണ്ടായാൽ ഞങ്ങൾ ഇടപെടും, 100% ഇടപെടും. ഇല്ലേ? സംഘടനയ്ക്ക് കാലാകാലങ്ങളായി ഉണ്ടാകുന്ന ഒരു വിമർശനം എന്ന് പറയുന്നത് സ്ത്രീകൾ നേതൃസ്ഥാനത്തേക്ക് ഇല്ല എന്നുള്ളതാണ്. അങ്ങനെയല്ല, നിങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വിമർശനമാണ്, മനസ്സിലായോ? ഇത് എന്താണ്? ഇതൊരു കൂട്ടായ്മ. നമ്മുടെ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അസോസിയേഷൻ എന്തിനു വേണ്ടിയാണ്? ഇറ്റ്സ് എ വെൽഫെയർ അസോസിയേഷൻ. ഞങ്ങൾക്ക് എല്ലാവർക്കും വന്നിട്ടുള്ള അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അസോസിയേഷനാണ്. അതിന് ആർക്കൊക്കെ വന്നിട്ട് ആഗ്രഹമുണ്ടോ അവരൊക്കെ മുമ്പിലേക്ക് വരും. ആരെയൊക്കെ വന്നിട്ട് ഞങ്ങൾ നിന്നാൽ ഞങ്ങളെ രക്ഷിക്കാൻ വായിക്കുമെന്നുള്ളവരെയൊക്കെ നമ്മൾ തലപ്പത്ത് പിടിച്ച് ഇരുത്തുകയും ചെയ്യും. ഇത് നമ്മളിപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി അവരെല്ലാം നമുക്ക് ആവശ്യമാണ്. അവർ നിന്നാലേ നമ്മുടെ കാര്യങ്ങൾ ഓടുകയുള്ളൂ. അപ്പോൾ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി അങ്ങനെയുള്ള ഒരു താരനിര, അതുകൂടാതെ യുവ താരനിര, ഇവരെല്ലാവരും കൂടി ചേർന്നാണ് ഈ അമ്മയിലിരിക്കുന്ന മറ്റംഗങ്ങളെയും എല്ലാവരും കൂടി ഒരുമിച്ച് ഒരു കുടുംബമാണ് ഇവിടെ. അവിടെ നിങ്ങളൊരു വേർതിരിവ് ഉണ്ടാക്കാൻ ഒന്ന് ചുമ്മാ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊന്നും നടപ്പാവില്ല കേട്ടോ, ഞാൻ പറഞ്ഞേക്കാം. പറഞ്ഞോ. എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾ നിൽക്കുന്ന എല്ലാവർക്കും. ആരെങ്കിലും വന്ന് തോക്കെന്ന് പറഞ്ഞ് നിൽക്കുമോ? എനിക്ക് വയ്യ. അല്ല, എൻ്റെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളും വന്നിട്ട് വിജയിക്കുന്നു പറഞ്ഞാൽ നിൽക്കണേ, ഞാനും വിജയിക്കുന്നു പറഞ്ഞാലേ നിൽക്കണേ. എല്ലാവരും അതാണ് അതിൻ്റെ പ്രത്യേകത. ഞങ്ങൾക്ക് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാവുന്നതുകൊണ്ട് എല്ലാവരും വിളിച്ചു നമുക്ക് വോട്ട് ചെയ്യാൻ നമ്മൾ അല്ല, സാധ്യതയുള്ളവരെല്ലാവരും വരും. അവർക്ക് അസൗകര്യങ്ങളില്ലെങ്കിൽ, കാരണം കുറച്ച് മുമ്പ് നമുക്ക് ഒരു മീറ്റിംഗ് കഴിഞ്ഞുള്ളൂ, മനസ്സിലായോ? അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ദൂരദേശത്തുള്ളവരും എല്ലാം എത്രത്തോളം എത്തും എന്നുള്ളത് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവരെല്ലാവരും വന്നിട്ട് എന്നിട്ടും അവർ കഷ്ടപ്പെട്ട് വരുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാവരും എത്തുന്നുള്ളൊരു ശുഭപ്രതീക്ഷയിലാണ് നിൽക്കുന്നത് നമ്മൾ. കാരണം ഞങ്ങൾക്ക് ആക്ച്വലി വന്നിട്ടില്ല, ഇപ്പോൾ ഒരു ഭരണാധികാരിയുടെ നിയന്ത്രണത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ അവരാണ് അവർക്കേ അറിയാവുള്ളൂ കൂടുതൽ ഇതിൻ്റെ ചട്ടങ്ങളും കാര്യങ്ങളും, അല്ലേ? പിന്നെ നമ്മൾ നിങ്ങളുമായിട്ടുള്ള സൗഹൃദം ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാ കാര്യങ്ങളും ചുമ്മാ പറഞ്ഞു. അതിനാ ഇതെന്ത് പടക്കക്കടയോ? എനിക്ക് ഓരോ അല്ല കൊള്ളാണ്ടോ? താങ്ക് യു. ഓക്കെ, അടിച്ചു വിളിക്കും. ഓക്കെ, പിന്നെന്താ ചോദിക്കും.